ഈ യാത്ര മൂന്നാറിലേക്കാണ്. ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇലക്ട്രിക് കാർ എടുത്തിട്ട് ആദ്യമായിട്ടൊരു ഹിൽ സ്റ്റേഷനിലോട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് ചാർജിങ് സ്റ്റേഷൻ്റെ കുറവുകൾ ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷൻസിൽ വളരെ കുറവാണ് ചാർജിങ് സ്റ്റേഷനുകൾ. അതുമാത്രമല്ല, നന്നായി പ്ലാൻ ചെയ്ത് മാത്രമേ നമുക്കൊരു യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടാനും പറ്റത്തുള്ളൂ. പ്ലാൻ ചെയ്ത് പോകാത്ത ആൾക്കാർക്ക് പറ്റിയൊരു കാറേ അല്ല ഇലക്ട്രിക് കാറുകൾ. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് യാത്ര. ബാംഗ്ലൂരിൽ നിന്ന് മൂന്നാർ വരെ 465 കിലോമീറ്ററാണുള്ളത്. ഒരു ഫുൾ ചാർജിന് ഞങ്ങളുടെ കാറിന് 280 കിലോമീറ്റേഴ്സാണ് പോകാൻ പറ്റുന്നത്. ഒരു 250-280 കിലോമീറ്റർ ബാംഗ്ലൂരിൽ നിന്ന് കഴിയുമ്പം ഞങ്ങൾ ഏകദേശം ഡിണ്ടിഗലിലെത്തും. അവിടെ ഒരു ചാർജറും ഉണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ചാർജിങ്ങിനിട്ടു. അത് ഒരു 80% വരെ ചാർജിങ്ങിനിട്ടു. കാരണം ഡിണ്ടിഗലിൽ ചെന്നപ്പം EV ചാർജിങ് റേറ്റ് വളരെ ഹൈ ആയിരുന്നു. അതുകൊണ്ട് മുതലാവത്തില്ല എന്ന് തോന്നിയതുകൊണ്ട് 80% വരെ ചാർജ് ചെയ്തുള്ളൂ. അടുത്ത് തന്നെ ഡിണ്ടിഗലിൻ്റെ ഒരു ബിരിയാണി കട ഉണ്ടായിരുന്നു. അതുകൊണ്ട് തലപ്പാക്കട്ടെ ഡിണ്ടിഗൽ ബിരിയാണിയും കഴിച്ച് ഒരു 40 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും കാറ് 80% ചാർജായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചുരം കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ ടാറ്റയുടെ വേറൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് അവിടെ. അപ്പം ഹെയർ പിൻ കേർവ്സ് ഉണ്ടായതുകൊണ്ട് എത്രമാത്രം ചാർജ് അതിനെടുക്കും എന്ന് ഇനി ഞങ്ങൾക്ക് വലിയ പിടിയില്ലായിരുന്നു. കാരണം ഇത് ഞങ്ങളുടെ ആദ്യത്തെ യാത്രയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചാർജ് ചെയ്തിട്ട് തന്നെ കയറാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും കൂടെ അവിടുന്ന് വീണ്ടും ഒന്നുകൂടെ ചാർജ് ചെയ്തു. അങ്ങനെ വീണ്ടും 80% ആക്കി. എന്നിട്ടാണ് ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങിയത്. ചുരം കയറാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഓരോ ഹെയർ പിൻ ഡ്രൈവിനും 1% ആണ് ഇറങ്ങുന്നത്. അപ്പ് ഹില്ല് പോകുന്നത് കംപ്ലീറ്റ്ലി ആ കാൽക്കുലേഷൻ ഡിഫറൻ്റ് ആണ്. നമ്മുടെ കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ കാറ് പറയുന്ന കിലോമീറ്റർ റേഞ്ച് ഒന്നും അവിടെ കിട്ടത്തില്ല. കാറിൻ്റെ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും എത്ര കിലോമീറ്റർ അത് കവർ ചെയ്യുമെന്ന്. അതൊന്നും നമ്മൾ ഈ മേലോട്ട് ഹില്ല് കയറുമ്പം നമുക്ക് കിട്ടത്തില്ല. അപ്പം ഇതിന് കുറച്ചൊക്കെ ടെൻഷനായി. കാരണം കുറച്ച് മഴയുണ്ട്, ഉച്ച കഴിഞ്ഞു, മൂടൽമഞ്ഞ് ചെറുതായിട്ട് കയറാൻ തുടങ്ങിയിരിക്കുന്നു. കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഈ കാറും കൊണ്ട് എവിടെ പോകുമ്പോഴും നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടാകും. പക്ഷേ ഞങ്ങളിപ്പോൾ അത് എൻജോയ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടല്ല. കാരണം ഞങ്ങളങ്ങനെ ഓടി നടന്ന സ്ഥലം കാണുന്ന ആൾക്കാരല്ല. അത് കാരണം ഞങ്ങൾക്ക് ഓക്കെയാണ്. ഈ കാറ് നമ്മളെ കുറച്ചൊക്കെ ക്ഷമയും പഠിപ്പിക്കും കേട്ടോ. ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല ക്ഷമ വേണം. അപ്പം ഞങ്ങൾ ഒന്നുകൂടെ ചാർജ് ചെയ്തിട്ട് കയറിയത് കൊണ്ട് ഞങ്ങൾ ബൈസൺ വാലി എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 20% ചാർജ് ബാക്കിയുണ്ടായിരുന്നു. ഈ കാറിൻ്റെ എടുത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഇതിൻ്റെ സസ്പെൻഷനാണ്. ഇതിന് നല്ല സസ്പെൻഷൻ ഉണ്ടായതുകൊണ്ടും ഇതിൻ്റെ ബാറ്ററി വളരെ ഹെവി ആയതുകൊണ്ടും അങ്ങനെ ഇങ്ങനെയൊന്നും വലിയ കുലുക്കമൊന്നും ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യാറില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വളരെ സ്മൂത്താണ് ഡ്രൈവിങ്. വളരെ വളരെ സ്മൂത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ മഹീന്ദ്രയുടെയും ഇലക്ട്രിക് കാറ് നേരത്തെ വന്നത് എനിക്കൊന്ന് 400 അങ്ങനെ ഏതോ ഒന്ന് ഇലക്ട്രിക്കിൻ്റെ തന്നെ ഓടിച്ചു നോക്കിയായിരുന്നു. മഹീന്ദ്ര കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിരുന്നു.